ഞങ്ങളുടെ പ്രതിനിധി AB ജയശങ്കർ ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ എൻ വാസുവിന്റെ കൂടി അറസ്റ്റ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം ആ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാം, അതിലേക്കുള്ള നീക്കമാണോ SIT നടത്തുന്നത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ ജയശങ്കർ? AB ജയശങ്കർ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. ചെറിയ സാങ്കേതിക പ്രശ്നത്തിൽ നിൽക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ അഴിമതി നിരോധന വകുപ്പുകൾ കൂടി ചുമത്തി പ്രത്യേക അന്വേഷണ സംഘം എന്ന വിവരം വരുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റും. ചോദ്യം ചെയ്യൽ ഹാജരാകാൻ വേണ്ടി തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തോട് സാവകാശം തേടിയിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ അത് അനുവദിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് മനീഷ് മഹിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയത്തിനകം നടക്കാൻ പോവുകയുമാണ്. AB ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നിട്ടുണ്ട്. ജയശങ്കർ, ഈ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്ന SITക്ക് അതിലേക്ക് കടന്നോ SIT? അതെ, കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട കോടതിയിൽ അഴിമതി നിരോധന വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് SIT റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ രണ്ട് കേസുകളും, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എടുത്ത രണ്ട് കേസുകളിലും അഴിമതി നിരോധന വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. ഒന്ന് ദ്വാരപാലക സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസും മറ്റൊന്ന് ശബരിമലയിലെ കട്ടിലപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ നിലവിൽ അഴിമതി നിരോധന വകുപ്പുകൾ കൂടി ചേർത്തിരിക്കുന്നത്. ഈ വകുപ്പുകൾ ചേരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ കേസ് വിജിലൻസ് കോടതിയിലേക്ക് കൂടി മാറ്റേണ്ടി വരും. ഈ പത്തനംതിട്ടയുടെ അധികാരപരിധിയിലുള്ള വിജിലൻസ് കോടതി കൊല്ലത്താണ്. സ്വാഭാവികമായും കേസ് അങ്ങോട്ട് അധികം വൈകാതെ മാറ്റും. ഇതിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. എന്തായാലും ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു കേസ്, ഈ ഒരു വകുപ്പ് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് SIT കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഈ വകുപ്പ് കൂടി വരുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗൗരവം ഇതിന് കൈവരുകയാണ്. കാരണം സർക്കാർ മുതൽ കട്ടതിന്, ഇല്ലെങ്കിൽ സർക്കാരിനെ വഞ്ചിച്ചതിന് അത്തരം ഗൗരവ സ്വഭാവമുള്ള കാര്യങ്ങൾ കൂടി ഇതിലേക്ക് വരുന്നു. ഈ A പത്മകുമാറിനെ ഉൾപ്പെടെ അധികം വൈകാതെ SIT ചോദ്യം ചെയ്യും. ഈ SITയുടെ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ എൻ വാസുവിൽ അവസാനിക്കില്ല. കൂടുതൽ വലിയ മീനുകൾ ഇനിയും വലയിൽ വീഴാണ്ടെന്നൊരു സൂചനയാണ് SIT നൽകുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം അവസാനിക്കുന്നു എന്ന തലത്തിൽ വലിയ വിമർശനം പ്രതിപക്ഷമൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് SIT എൻ വാസുവിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിനൊപ്പം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴികൾ അദ്ദേഹത്തിനെതിരായി ശേഖരിച്ച് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് കിടന്നത്. സമാനമായ രീതിയിൽ തന്നെയായിരിക്കും പത്മകുമാറിൻ്റെ കാര്യത്തിലേക്കും കിടക്കുക. അദ്ദേഹത്തെ നിലവിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകളും SIT ശേഖരിക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി വരുന്നതോടുകൂടി കേസ് കുറച്ചുകൂടി ശക്തമാകും. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട SITക്ക് മുന്നിലുള്ള കുറച്ചധികം തെളിവുകൾ SIT കോടതിക്ക് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും A പത്മകുമാർ പത്തനംതിട്ടയിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന് ചില മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഉൾപ്പെടെ പങ്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ അദ്ദേഹം ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ കാര്യങ്ങൾ കടുപ്പിക്കുകയാണ് SIT. ശരി, AB ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. SITയുടെ അടുത്ത നീക്കം A പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കുക എന്നതായിരിക്കുമോ? പത്മകുമാർ ഇക്കാര്യത്തിൽ സാവകാശം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് അനുവദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 2 ആഴ്ച മാത്രമാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ നേരത്തെ എൻ വാസുവും ഇതുപോലെ സാവകാശം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് അനുവദിക്കപ്പെട്ടിരുന്നില്ല. ഇതേ സാഹചര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ പരിഗണനയായിരിക്കും ഒരുപക്ഷെ പത്മകുമാറിനും ലഭിക്കാൻ ഇടയുള്ളത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.